നടൻ ദിലീപ് ഉൾപ്പെട്ട കേസ് വീണ്ടും ഒരു വിവാദത്തിന് വഴി തുറക്കുകയാണ്. അതിജീവിതയായ നടി പുതിയൊരു ആരോപണമായി വന്നിരിക്കുന്നു. കാരണം അവരുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് അത് കോടതിയുടെ കസ്റ്റഡിയിലേക്ക് മറ്റാരോ കണ്ടു. അതിൻ്റെ ഹാഷ് വാല്യൂവിൽ വ്യത്യാസം വന്നു എന്നുള്ളതാണ് കേസ്. ആ കേസിൻ്റെ വിചാരണ നടക്കുമ്പോൾ ഈ പരാതിക്കാരിയായ പീഡിപ്പിക്കപ്പെട്ട ആൾക്ക് ആ വിചാരണ നടപടികളിൽ പങ്കെടുക്കാൻ കോടതി അനുവാദം കൊടുത്തില്ല. കേൾക്കാൻ പോലും അനുവാദം കൊടുത്തില്ല. കാരണം അത് ഇൻ ക്യാമറ, ഒരാവശ്യവുമില്ലാതെ ഇൻ ക്യാമറ നടത്തി. എന്നിട്ടോ അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് കൊടുത്തില്ല. ഹൈക്കോടതി പോകേണ്ടി വന്നു. കോടതി പോലും തന്നോട് നീതി കാണിക്കുന്നില്ല എന്ന് പരോക്ഷമായി ഈ നടി പറയുകയാണ്. അല്ല, ഈ ഇതിനകത്ത് ഒരുപാട് കേസിനുള്ളിൽ കേസ് ഇങ്ങനെയൊക്കെ പോയി ആളുകൾക്ക് ട്രേസ് നഷ്ടപ്പെടും. ഇപ്പോൾ ഒരു അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ട് ആ വാദിക്കോ പ്രതിക്കോ കൊടുക്കണോ എന്നൊക്കെ ഉള്ളത് പ്രത്യേകിച്ച് ചട്ടമില്ലാത്ത ഒരു ഏരിയയാണ്. അപ്പോൾ ആ മജിസ്ട്രേറ്റ് കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുന്നു. ആ റിപ്പോർട്ട് കോൺഫിഡൻഷ്യൽ അവരുടെ കയ്യിലിരിക്കട്ടെ എന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ ഇവർക്കത് കിട്ടണം. ഇവർക്ക് ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ഹൈക്കോടതിയെ അപ്രോച്ച് ചെയ്യുക. ഹൈക്കോടതിയെ അപ്രോച്ച് ചെയ്ത് ശരിയായ റിപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ എന്ത് സംഭവിച്ചു എന്നാണ്, ഈ കേസ് വല്ലാതെ താമസിച്ചു. സാധാരണഗതിയിൽ ഇത്തരം കേസുകളിൽ അതിജീവിതയാണ് ഈ കേസ് നീട്ടിക്കൊണ്ടു പോകുന്നു, എനിക്ക് നീതി കിട്ടുന്നില്ല. അതും അവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓരോ കേസുമായിട്ട് വരുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ദിലീപ് വരുന്നു, അതുകൊണ്ട് നീണ്ടുപോകുന്നു. വരുമല്ലോ. ഈ ഇവർ കൊടുക്കുന്ന കേസിന് മറ്റേ ആൾ കീഴടങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഈ എനിക്കെതിരെ സുനിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഞാനും കോടതിയിൽ ഹാജരാകും. അല്ല, ഞാനങ്ങ് തോറ്റു തരുമോ ചുമ്മാതെ? അത് സാധ്യമല്ലല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിൻ്റെ മെരിറ്റ് എന്തുവായിക്കോട്ടെ, ഈ കേസ് താമസിക്കാൻ പ്രധാന കാരണം അതിജീവിതയാണ്. അവരാണ് ഓരോ സ്റ്റെപ്പിലും ഹൈക്കോടതിയിൽ പോവുക, സുപ്രീം കോടതി പോവുക, അടുത്ത സ്റ്റെപ്പിൽ ഹൈക്കോടതി പോവുക, സുപ്രീം കോടതി പോവുക. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ദിലീപ് പറഞ്ഞത് ഇതിവർ ലേറ്റ് ആക്കാനാണ്, ഈ കേസ് ഇങ്ങനെ എൻ്റെ തലയ്ക്ക് മുകളിൽ നിർത്തി ഹരാസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ്. അതുകൊണ്ടാണ് ഈ പുതിയ പുതിയ പ്രശ്നങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുന്നത്. ആദ്യം കേസ് മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ എന്താ ബാലചന്ദ്രകുമാർ ഗൂഢാലോചന എന്നൊക്കെ പറഞ്ഞു വന്നു. ഉടനെ അതന്വേഷിക്കണം എന്നായി. അപ്പം ശരി, അതന്വേഷിക്കാൻ തുടങ്ങി. അതന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ എന്താ #വാല്യൂ മാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതന്വേഷിക്കും. ശരി, ഇതന്വേഷിച്ചു. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് വേണമെന്നായി. അതിന് ഹൈക്കോടതി പോയി. ഇതിനിടയ്ക്ക് സുപ്രീം കോടതി വീണ്ടും സുപ്രീം കോടതി പറയും ഇത്രാം തീയതിക്കുള്ളിൽ കേസ് തീർക്കണം കേട്ടോ, ഇറ്റ് ഈസ് ടു മച്ച്. എനിക്ക് ഓർമ്മയുണ്ട് 2023 ജാനുവരിയിലോ മറ്റോ തീർക്കണം എന്ന് സുപ്രീം കോടതി പറഞ്ഞു. പിന്നെയും ഇത് നീണ്ടുപോകുന്നു. കാരണം പുതിയ പുതിയ ഇഷ്യൂസ് വരുന്നു. അപ്പോൾ പുതിയ ഇഷ്യൂസ് വന്നു കഴിയുമ്പോൾ സുപ്രീം കോടതിയിൽ വീണ്ടും സബ്മിറ്റ് ചെയ്യും. അല്ല, ഈ അതിജീവിത എന്നും വിചാരണ കോടതിക്കെതിരാണല്ലോ. അതിപ്പോൾ അവർക്ക് അവരുടേതായ പരാതി ഉണ്ടാവാം. അവർ വിചാരണ കോടതി മാറ്റാൻ നോക്കി, ജഡ്ജിയെ മാറ്റണമെന്ന് പറഞ്ഞു, ഹൈക്കോടതി സമ്മതിച്ചില്ല. It was obvious that she is against this Sessions. അപ്പോൾ ഈ ഒരു മെമ്മറി കാർഡിലെ ദുരുപയോഗം അത് രഹസ്യ സ്വഭാവത്തിൽ നടത്തേണ്ട കാര്യമൊന്നുമല്ലല്ലോ. ഇൻ ക്യാമറ നടത്തി അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നാണ് നടി പറയുന്നത്. ഇറ്റ്സ് എ ഡിസിഷൻ ബൈ ദ സെഷൻസ് ജഡ്ജ് ഹൗ ടു കണ്ടക്ട് ദ ട്രയൽ. കാരണം ഇതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആയതുകൊണ്ടും മീഡിയ കവറേജ് പാടില്ല എന്നുള്ളത് കൊണ്ടുമാണ് ഇൻ ക്യാമറ ആക്കുന്നത്. ഇൻ ക്യാമറ ആക്കുന്നത് ഒന്ന് അതിജീവിതയുടെ സേഫ്റ്റി, വേറൊന്ന് പക്ഷേ ഇത് കോടതിയുടെ സേഫ്റ്റിയുടെ പ്രശ്നമാണ്. കോടതിയുടെ കസ്റ്റഡിയിലിരുന്ന സാധനമാണ് പുറത്തു പോയത്. എന്തുമായി അപ്പോൾ കോടതിയുടെ വീഴ്ച എക്സ്പോസഡ് ആവും എന്ന് കരുതിയിട്ടായിരിക്കും. അതുകൊണ്ടുമാകാം. അതിലെന്താ തെറ്റ്? കോടതിക്ക് വീഴ്ചയുണ്ടായി എന്നാണ് ഇതിൽ വരുന്നത്. അത് നാട്ടുകാർ അറിയണ്ടേ? അത് ആൾക്കാർ അറിയേണ്ടത് ഹൈക്കോടതി വഴിക്കാണ്. ആൾക്കാരെ അത് അറിയിക്കണോ വേണ്ടേ എന്നുള്ളത് ഹൈക്കോടതിയാണ് തീരുമാനിക്കുന്നത്. സോ ഓക്കെ, യു ഗോ ടു ഹൈക്കോർട്ട്, യു മെയ്ഡ് ആൻ ആപ്ലിക്കേഷൻ, ഹൈക്കോർട്ട് ഗേവ് യു ദ റിപ്പോർട്ട്. വൈ ഡോണ്ട് യു മേക്ക് ദ റിപ്പോർട്ട് പബ്ലിക്? You are a famous film star. You can make the report public. Please make it public. അത് പറയുന്നില്ല, ഷോക്കിംഗ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. See, you want to partially conceal things. ഷോക്കിംഗ് ആണ്, ലീഗൽ ബാക്കിംഗ് ഇല്ല എന്ന് പറയുന്നു. സുനിലെ, എനിക്ക് എതിരായിട്ടുള്ളതൊക്കെ ഞാൻ ഒളിച്ചു വയ്ക്കും. എനിക്ക് അനുകൂലമായിട്ടുള്ളത് മാത്രം ഞാൻ വെർബലി പുറത്തുവിടും. ഈ മൊത്തം റിപ്പോർട്ട് പുറത്തുവിടുന്ന ഹൂ ഈസ് പ്രിവെൻറ്റിങ് യു? ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടോ ഈ റിപ്പോർട്ട് നീ കോപ്പി തരാം, but it should not be given to the media? പറഞ്ഞിട്ടില്ല. ഇല്ല. Then give it to the media and kill the issue. Do that. അല്ല, ചുമ്മാ ഷോക്കിംഗ് ആണ്,
ഞെട്ടിപ്പിക്കുന്നതാണെന്ന് ഇടയ്ക്കിടയ്ക്ക് നാട്ടുകാർ ഇപ്പം ഞെട്ടി ഇപ്പം ഞെട്ടിൽ വരുന്നില്ല. അതെ അതെ സത്യം ഞാൻ പറയും, ദിലീപ് കേസ് കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഞെട്ടാറില്ല, ഞാൻ ശ്രദ്ധിക്കാനും പോകാറില്ല. കാരണം എവരി ട്രിക്ക് ഓഫ് ദ ട്രേഡ് ഈസ് ബീങ് പ്ലേഡ്. എല്ലാ സ്ഥലത്തും ഉടക്ക് വയ്ക്കുക, അത് ഇത്. പീഡിപ്പിക്കപ്പെട്ട ആൾക്ക് നീതി കിട്ടുക എന്നുള്ളത്, നീതി കിട്ടണമെന്ന് പീഡിപ്പിക്കപ്പെട്ട ആളിന് വേണ്ടേ? അതെ അതെ. ഇല്ല, എനിക്ക് നീതിയല്ല കിട്ടേണ്ടത്, എനിക്ക് കേസ് നീട്ടിക്കൊണ്ടു പോകണമെന്നാണ് വാശിയെങ്കിൽ എന്ത് ചെയ്യും? എത്രയും പെട്ടെന്ന് ട്രയൽ നടത്തി കുറ്റവാളിയെ ശിക്ഷിക്കുക, അതാണ് കുറ്റവാളിയെ ശിക്ഷിക്കുക എന്നുള്ളതല്ല. ഇത് തന്നെ കുറ്റവാളിക്ക് ഒരു ശിക്ഷയാണല്ലോ. കേസ് ഇങ്ങനെ നേരിട്ട് കൊണ്ടുപോവുക. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം ഇങ്ങനെ തീർത്താലും തീരാത്തൊരു കേസ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, ഒരു നീണ്ട കഥ പോലെ ഇങ്ങനെ. അപ്പോൾ ദിലീപിൻ്റെ കരിയർ നശിക്കുക കേസുള്ള കാലത്തോളം. ഇപ്പോൾ ദിലീപിൻ്റെ ആ അൺടച്ചബിലിറ്റിയൊക്കെ മാറിയില്ല. ഹി ഹാസ് ബിക്കം എ നോർമൽ. സിനിമകളൊക്കെ പക്ഷേ പരാജയപ്പെടുകയാണ്. അത് പരാജയപ്പെടുക വിജയിക്കുക എന്നൊക്കെ പറയുന്നത് സിനിമയിൽ സർവ്വസാധാരണമായ കാര്യമാണ്. അടുത്ത കാലത്ത് തങ്കമണി എന്നുള്ള സിനിമയും വീണു. സ്ലോലി ദിസ് വിൽ ബി ഫോർഗോട്ടൺ ബൈ പീപ്പിൾ. ഇതിലും വലിയ സംഭവമായിരുന്നു തമിഴ്നാട്ടിൽ MR രാധ MGRനെ വെടിവെച്ചത്. അവർ തമ്മിൽ നിതാന്ത ശത്രുതയായിരുന്നു. MR രാധ ഒരു വില്ലനായിട്ട് തമിഴ് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ആൾ, പുരുഷനാണ്, അങ്ങരുടെ പേര് MR രാധ. ഈ MR രാധ ഈ ശത്രുത മൂത്ത് കഴിഞ്ഞപ്പോൾ MGRനെ വെടിവെച്ചിട്ട് MGRൻ്റെ കഴുത്തിൽ കൊണ്ടിട്ട് ആ ഉണ്ട കഴുത്തിൽ മരണം വരെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കാരണം അത് ഓപ്പറേറ്റ് ചെയ്തെടുത്താൽ അതൊരു സെൻസിറ്റീവായൊരു സ്ഥലത്താണ് ഇത് കയറിയിരിക്കുന്നത്. അതെടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഞരമ്പിനും കുഴപ്പം വരും. ഇപ്പം അത് പോയി ആ ഞരമ്പുമായിട്ട് ചേർന്ന് അവിടെ അങ്ങ് സെറ്റായിട്ടിരിക്കുക, കുഴപ്പമില്ലാണ്ടിരിക്കുക. ആകെ MGRന് സംഭവിച്ചത് MGRൻ്റെ ശബ്ദം മാറി. നമ്മൾ കാണുന്ന MGRൻ്റെ ശബ്ദം, തുടക്കത്തിലുള്ള MGRൻ്റെ ശബ്ദമല്ല, ഈ വെടികൊണ്ടതിന് ശേഷമുള്ള ശബ്ദം. ഒരു വ്യത്യാസം. അതിന് പ്രത്യേക ശബ്ദത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇങ്ങനെ ഈ സാധനം ഇരിക്കുന്നതുകൊണ്ടാണ്. വാട്ട് ഹാപ്പൻ ദെൻ കേസ് അത് ഇതൊക്കെ പിന്നെ MR രാധ എങ്ങനെയോ അതിൽ നിന്ന് ഊരുകയോ അത് ശിക്ഷിക്കപ്പെടും, ഐ ഡോണ്ട് റിമെമ്പർ. അതിനുശേഷവും MR രാധ അഭിനയിച്ചു, MGR അഭിനയിച്ചു, തമിഴ്നാട്ടിൽ. സോ ഈ ഒരു ക്രിമിനൽ കേസ് എന്നൊക്കെ പറയുന്നത് അധികകാലം ഇങ്ങനെ അതിൻ്റെ ടാബു നിലനിൽക്കില്ല. എത്രയോ കാലം നിങ്ങൾ ഒരാൾ കുറേ കാലം കഴിയുമ്പോൾ സിമ്പതി ഇപ്പുറത്തേക്കാവും. നിങ്ങൾ ആവശ്യത്തിൽ അധികം അങ്ങോട്ട് ഹൈപ്പ് ചെയ്ത് ഒരാളെ നശിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പബ്ലിക് സിമ്പതി അയാളുടെ കൂടെ പോകും. അപ്പോൾ ഇപ്പോൾ തന്നെ ഇത് എത്ര 7-8 വർഷമായി. സോ ഇറ്റ് ഈസ് സ്ലോലി ദ അതർ പാർട്ടി വിൽ ഗെയിൻ സിമ്പതി. അപ്പോൾ അതൊക്കെ അതുകൊണ്ട് സിനിമ കുറച്ച് പരാജയപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് അയാളെ എഴുതിത്തള്ളാറുന്നുമായി എന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് ഏറ്റവും വേഗം ഈ കേസിൽ ഇത് തെളിയിക്കുക എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ, വാസ്തവത്തിൽ ഇത് 2 കേസാക്കാം. മെയിൻ കേസ് ഒരെണ്ണമുണ്ട്, അതിനിടയ്ക്ക് ആരോ ഈ വീഡിയോ വീണ്ടും കണ്ടു, ഇതാണ് എൻ്റെ പരാതി. അത് ലെറ്റ് ഇറ്റ് ബി സെപ്പറേറ്റ് തിങ്. ഇറ്റ്സ് അനദർ കേസ് ദാറ്റ് സംവൺ വ്യൂഡ് ഇറ്റ്. ഓക്കെ, ദാറ്റ് ക്യാൻ ബി ട്രയൽ. തെഫ്റ്റ് പോലും ഉണ്ട് അതിൽ. അതൊരു സെപ്പറേറ്റ് കേസായിട്ട്, സെപ്പറേറ്റ് പ്രൊസീഡിംഗ് ആയിട്ട് വയ്ക്കാം. ഈ മെയിൻ കേസ് തീർക്കാം. മെയിൻ കേസിലെ തൊണ്ടി മുതൽ മൂന്നാമതൊരാൾ കണ്ടു എന്നുള്ള വേറൊരു കേസ് നമുക്ക് അങ്ങനെ ട്രൈ ചെയ്യാം. ഇതൊന്നുമില്ലാതെ ഈ ദിലീപിൻ്റെ തലയിൽ ഇങ്ങനെ കേസ് നിർത്തി കൊണ്ടുപോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. സാമർഥ്യമുള്ള വക്കീലന്മാരും കാശും ഒക്കെ മുടക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ കൊണ്ടുപോകാം. ബട്ട് ദ തിങ് ഈസ് പബ്ലിക് സിമ്പതി മെല്ലെ ദിലീപിൻ്റെ ഭാഗത്തേക്ക് മാറും. പബ്ലിക് സിമ്പതി വെച്ചുള്ള കളിയാണല്ലോ ഇതിനകത്ത് നടക്കുന്നത്. അതർവൈസ് വാട്ട് ഈസ് ദെയർ? ഒരു ആണും പെണ്ണും തമ്മിലുള്ള ഒരു ഇഷ്യൂ ആണ്. അത് സാധാരണ ഇൻ ക്യാമറയിലാണ് ഇതിൻ്റെ ട്രയലൊക്കെ നടക്കാറുള്ളത്. അതല്ല, യു നീഡ് ദ ട്രയൽ ടു ബി ഓപ്പൺ. യു മേക്ക് ആൻ ആപ്ലിക്കേഷൻ ടു ദ ജില്ലാ ജഡ്ജ്, സെഷൻ ജഡ്ജിനെ പറയും, ഇത് വക്കീൽ വഴി ഇത് തുറന്ന് നാട്ടുകാരെല്ലാം കാണട്ടെ എന്ന് പറയും. നാട്ടുകാർ കണ്ടു എന്ന് പറഞ്ഞാണ് അടുത്ത കേസുള്ളത്. ഇപ്പോൾ നാട്ടുകാർ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു കേസ്. ഇതെന്ത് പരിപാടി? ഏതായാലും പീഡിപ്പിക്കപ്പെടുന്ന ഓരോ സ്ത്രീക്കും ക്യാമറ വിചാരണ നടത്തുന്നത് മറ്റാരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, എല്ലാവരും അറിയണമെങ്കിൽ പിന്നെ നിങ്ങളുടെ ഹോൾ ട്രയൽ ക്യാൻ ബി പബ്ലിക്കലി ഇടാൻ. അല്ല, അത് രണ്ട് ഇത് മെമ്മറി കാർഡിന്റെ പ്രശ്നം. എനിക്ക് ആവശ്യമുള്ളത് ഇൻ ക്യാമറ ആക്കണം, അല്ലാത്തത് ഇങ്ങനെ ആക്കണം. ഇത് ശരി, ഇതൊക്കെ കേസ് ഡിലേ ചെയ്യുന്ന ഓരോ ടെക്നിക്സ് ആണ്. എവറി അഡ്വക്കേറ്റ് ഡസ് ദാറ്റ്. ആൻഡ് യു ഹാവ് മണി, ഇനഫ് മണി ടു പേ ദ അഡ്വക്കേറ്റ്സ്, ദേ വിൽ പ്ലേ ഫോർ യു. എന്താ വേണ്ട, അത് ഇങ്ങനെ ചെയ്യണം, ഇതങ്ങനെ ചെയ്യണം. കുഴപ്പമില്ല, നമുക്കൊരു ഹർജി മൂവി. അല്ല, ഇപ്പോൾ വരുന്ന ഈ സ്റ്റേറ്റ്മെന്റ് പോലും അതിന്റെ ഭാഗമായിരിക്കും. ഇതൊക്കെ ഇറ്റ്സ് ഓൾ എന്താ കൊറിയോഗ്രാഫ്ഡ്.
ഇതിന് കൊറിയോഗ്രാഫി എന്നാണല്ലോ പറയുന്നത് സിനിമയിൽ. അതെ അതെ, കൊറിയോഗ്രാഫിയാണ് ഒരു സ്ക്രീൻ പ്ലേ അനുസരിച്ച് കാര്യങ്ങൾ. ഏതായാലും ടി.ജി ഈ പീഡി അപ്പുറത്തും മോശമില്ലാത്ത വക്കീലും അതെ അതെ എല്ലാവരും ഉണ്ട്, ആരും മോശമല്ല, ആരും മോശമൊന്നുമല്ല. സോ അല്ല, നമ്മളെ സംബന്ധിച്ച് പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ സ്ത്രീകൾക്കും നീതി കിട്ടണം, നീതി വേഗത്തിൽ കിട്ടുകയും വേണം. അങ്ങനെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അല്ല, അത് അവസാനിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറയാം, പക്ഷെ നീതി വേഗത്തിലൊന്നും കിട്ടില്ല. കേരള ഹൈക്കോടതിയിലെ സീനിയർ വക്കീലാണ് രാംകുമാർ സാർ. രാംകുമാർ സാറിൻ്റെ പ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു, 10-ാം വയസ്സിൽ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീ 81-ാം വയസ്സിൽ കൂനി വടിയും കുത്തി ഹൈക്കോടതിയിലെ വരാന്തയിൽ നിൽക്കുമ്പോഴെങ്കിലും നീതി കിട്ടുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. പക്ഷേ ഇത്തരം റേപ്പ് കേസുകളൊക്കെ വരുമ്പോൾ അതിന് വളരെ പെട്ടെന്ന് വിധി വരുന്നുണ്ട്. ഇത് അത് വാച്യാർത്ഥത്തിൽ എടുക്കണ്ട. ദർ ആർ ഇനോർഡിനേറ്റ് ഡിലേസ് ഇൻ കേസസ്. അപ്പോൾ ഡിലേ ആക്കാനുള്ള ശക്തികൾ ശ്രമിക്കുന്നുണ്ട്. ഇല്ല, ഡിലേ ആക്കാനുള്ള ശക്തികളുണ്ട്. അതല്ലാതെ തന്നെ ഓട്ടോമാറ്റിക്കലി ഡിലേ ആയി പോകുന്ന കേസുകളുണ്ട്. വലിയ ശക്തി പ്രയോഗിച്ചാൽ പോലും കേസ് സെൻസേഷണലായ കേസുകളൊക്കെ വളരെ പെട്ടെന്ന് തീരാറുണ്ട്. സാധാരണ ഒരു പെൺകുട്ടിയുടെ കാര്യം അത് വലിയ ഗതികേടാണ്. പ്രൊസീജിയേഴ്സിൽ പെട്ട് അതിൻ്റെ നൂലാമാലകളിൽ പെട്ട് നീതി കിട്ടുക. വാട്ട് ഈസ് ദാറ്റ് നീതി? അവർക്ക് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു. അത് 15-ാം വയസ്സിലോ 16-ാം വയസ്സിലോ ആയിരിക്കും. നീതി കിട്ടി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവർക്ക് 42 വയസ്സാകും. ഇത് ഒരല്പം അതിശയോക്തി കലർത്തിയാണ് സാർ പറഞ്ഞത്. 10-ാം വയസ്സിൽ പീഡിപ്പിക്കപ്പെട്ട കുട്ടി 81-ാം വയസ്സിൽ കൂനി വടിയും കുത്തി നിന്നാൽ അപ്പോഴെങ്കിലും നീതി കിട്ടുമോ എന്ന് സാർ ചോദിക്കാൻ കാര്യമാണ്. ഏതായാലും ഈ കേസിലും അതിജീവിതയ്ക്ക് എത്രയും പെട്ടെന്ന് നീതി കിട്ടട്ടെ. അത് അതിജീവിതയ്ക്കും കൂടെ വേണമെന്നാണ്. അതെ അതെ, അല്ല, അതെ, നാട്ടുകാർക്ക് നീതി അങ്ങോട്ട് കൊണ്ടുചെന്ന് കൊടുക്കാനൊന്നും പറ്റില്ല. നമുക്കിങ്ങനെ ആശംസിക്കാം. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.